20-ലധികം എപ്പിസോഡുകൾ ചെയ്തൊരു സീരീസാണ് മലയാള സിനിമകളിലെ അബദ്ധങ്ങൾ. സീസൺ 2-ലെ 7-ാമത്തെ എപ്പിസോഡാണിത്. ഇവിടെ നാം സംസാരിക്കാറ് സിനിമകളിലെ അബദ്ധങ്ങളെ കുറിച്ചാണ്. കണ്ടിന്യൂറ്റി മിസ്റ്റേക്കുകളെ കുറിച്ചും ലോജിക് മിസ്റ്റേക്കുകളെ കുറിച്ചും മാത്രമല്ല, പലതരത്തിലുള്ള സിനിമയിലെ മിസ്റ്റേക്കുകളെ കുറിച്ച് നാം ഇതിൽ സംസാരിക്കാറുണ്ട്. ക്യാമറയും മറ്റു ഉപകരണങ്ങളും സീനിൽ കണ്ടുപോകുന്നത്, സിനിമയിൽ പറയുന്ന കാലഘട്ടത്തിനനുസരിച്ചല്ലാതെ കാണിക്കുന്ന പ്രോപ്പർട്ടികൾ, ഡബ്ബിങ്ങിലും എഡിറ്റിംഗിലും VFXിലും എല്ലാം വരുന്ന മിസ്റ്റേക്കുകൾ, അങ്ങനെ പലതരത്തിലുള്ള മിസ്റ്റേക്കുകളെ കുറിച്ച് നാം ഈ സീരീസിൽ സംസാരിച്ചിട്ടുണ്ട്. ഈ എപ്പിസോഡിലും അത്തരത്തിലുള്ള രസകരമായ ചില മിസ്റ്റേക്കുകളെ കുറിച്ചാണ് നാം സംസാരിക്കുന്നത്. പല ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തുകൊണ്ട് മലയാളത്തിന്റെ അഭിമാനമായി മാറിയ ചിത്രമാണ് ദൃശ്യം. ആ സിനിമയിലെ ചില അബദ്ധങ്ങളെ കുറിച്ച് പണ്ട് നാം സംസാരിച്ചിരുന്നു. അതിൽ ഉൾപ്പെടുത്താത്ത ചില അബദ്ധങ്ങൾ വേറെയുമുണ്ട്. സിനിമയിൽ ഹോട്ടലിൽ കാണിക്കുന്ന ഒരു കണ്ണാടി ഏറെ പ്രാധാന്യമുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഒരു മഞ്ഞ മാരുതി സെൻ കാർ കിട്ടിയെന്ന്. സിനിമയുടെ ആദ്യ രംഗത്ത് ആന്റണി പെരുമ്പാവൂർ അവതരിപ്പിച്ച കഥാപാത്രം ഹോട്ടലിലേക്ക് വരുന്ന ഒരു രംഗമുണ്ട്. സിനിമയിലാണ് ജോലി. ക്യാമറാമാൻ നടന്നു പോകുന്നത് വ്യക്തമായി ആ കണ്ണാടിയിൽ നമുക്ക് കാണാം. സിനിമയുടെ അവസാന ഭാഗത്ത് ഷാജോൺ അവതരിപ്പിച്ച കഥാപാത്രത്തിന്റെ ക്രൂരമായ ഒരു രംഗമുണ്ട്. ചെവിട്ടുമ്പോൾ മോഹൻലാലിന്റെ ഷർട്ടിൽ ചെളി പറ്റുന്നത് വ്യക്തമായി കാണാം. എന്നാൽ അടുത്തൊരു സീനിൽ തന്നെ അതില്ലാതാകുന്നു. ഇതൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് മാത്രമാണ്. സിനിമയിലെ ഒരു പ്രധാന പ്രോപ്പർട്ടിയാണ് വരുൺ പ്രഭാകർ ഉപയോഗിക്കുന്ന ഫോൺ. ആ ഫോണും അതിലെടുക്കുന്ന വീഡിയോയുമാണ് ചിത്രത്തിൽ ഒരു വഴിത്തിരിവുണ്ടാക്കുന്നത്. സിനിമയിൽ അത് തല്ലി തകർക്കുന്ന ഒരു രംഗമുണ്ട്. സാംസങ്ങിന്റെ ഗാലക്സി മോഡലാണ് ആ ഫോണെന്ന് വ്യക്തമാണ്. ആ ഫോണിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. അതിൽ മിനി സിമ്മോ മൈക്രോ സിമ്മോ മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. അതായത് ആ ഫോണിൽ ചെറിയ സിമ്മ് മാത്രമേ ഉപയോഗിക്കാൻ കഴിയൂ. ഫോൺ തകർത്ത ശേഷം അതിലെ സിം എടുക്കുന്ന ജോർജ് കുട്ടിയുടെ രംഗമുണ്ട്. എന്നാൽ അവിടെ വരുണിന്റെ സിമ്മായി കാണിക്കുന്നത് വലിയ സിം തന്നെയാണ്. ആ രംഗം ഷൂട്ട് ചെയ്യാൻ ഉപയോഗിച്ച സിം മാറിപ്പോയതായിരിക്കാം. ആ ഭാഗത്ത് എവിടെയും മൊബൈൽ ടവറിന് റേഞ്ച് ഇല്ല എന്ന് പറയുന്നു. അവിടെ ഇവിടെ റേഞ്ച് ഇല്ല, പിന്നെന്തിനാ? അതിനുശേഷമുള്ള ഒരു രംഗത്തിൽ ആ വീട്ടിൽ വെച്ച് തന്നെ ഒരു പോലീസുകാരൻ മൊബൈൽ ഫോണിൽ കോൾ ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ കഥയിൽ ആദ്യം എഴുതിയ കാര്യം പിന്നീട് മറന്നുപോയതായിരിക്കാം. 2015 ഒരു തരംഗമുണ്ടാക്കിയ സിനിമയാണ് നിവിൻ പോളിയെ നായകനാക്കി അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത പ്രേമം എന്ന ചിത്രം. ജോർജ് എന്ന കഥാപാത്രത്തിന്റെ പല കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ് സിനിമയിൽ പറയുന്നത്. 2005-ലാണ് ജോർജിന്റെ കോളേജ് കാലഘട്ടം കാണിക്കുന്നത്. ആ സമയത്തുള്ള ഒരു രംഗമായിരുന്നു ഇത്. അറിവഴകൻ എന്ന ആ കഥാപാത്രം വരുന്ന ബൈക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? 2012 ഇറങ്ങിയ മോഡലാണ് ആ ബൈക്ക്. പക്ഷെ 2005, 6, 7 കാലഘട്ടമായിരിക്കും സിനിമയിൽ കാണിക്കുന്നത്. മറ്റൊന്ന് സിനിമയിലെ ഒരു ലോജിക് ഡൗട്ടാണ്. മേരി, മലർ, സെലിൻ എന്നീ നായികമാരാണ് സിനിമയിലുള്ളത്. സെലിന്റെ ചേച്ചിയാണ് മേരി എന്നും സിനിമയിൽ പറയുന്നുണ്ട്. സിനിമയുടെ അവസാന ഭാഗത്ത് സെലിന്റെയും ജോർജിന്റെയും കല്യാണം കാണിക്കുന്ന രംഗങ്ങളിൽ മലർ മിസ്സിനെ കാണിക്കുന്നുണ്ട്. എന്നാൽ മേരിയെ കാണിക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും സ്വന്തം അനിയത്തിയുടെ കല്യാണത്തിന് മേരി വരാതിരുന്നത്? സിനിമയിൽ എവിടെയും തന്നെ ആ കാര്യം പറയുന്ന പോലുമില്ല. 2008 നിസാർ സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമാണ് ബുള്ളറ്റ്. സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിച്ച കല്ലമ്പള്ളി മനക്കൽ പരശുരാമ പട്ടേരി എന്ന കഥാപാത്രം ബുള്ളറ്റ് ഓടിക്കുന്ന ഒരു രംഗമുണ്ട്. ഷൂട്ടിംഗ് കാണാൻ വന്ന നാട്ടുകാരെ പല സിനിമകളിലും പല ഷോട്ടിലും നമുക്ക് കാണാം. നാട്ടുകാർ കൂട്ടം കൂടി നിൽക്കുന്നു എന്ന് മാത്രമാണ് അത് അർത്ഥമാക്കാറുമുള്ളത്. എന്നാൽ ഈ സിനിമയിൽ അവരെ നിയന്ത്രിക്കുന്ന ക്രൂ മെമ്പേഴ്സിനെയും വ്യക്തമായി കാണാം. 2000 ദിലീപ് നായകനായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ലോഹിതദാസ് ചിത്രമാണ് ജോക്കർ. ചിത്രത്തിൽ ഉണ്ടപ്പക്രവും ദിലീപും ചേർന്ന് അവതരിപ്പിച്ച ഒരു കോമഡി രംഗമാണിത്. ഞാൻ പറഞ്ഞു വിടണ്ടാന്ന്. ആ ഒരു വീഴ്ച യഥാർത്ഥത്തിലുള്ള വീഴ്ചയായിരുന്നു. വീഴുന്ന പക്രുവിനെ ദിലീപ് പിടിച്ചു നിൽക്കുമെന്നായിരുന്നു പ്ലാൻ. എന്നാൽ ഭാരം താങ്ങാനാവാതെ ദിലീപും വീണു പോവുകയായിരുന്നു. ആ ഷോട്ട് തന്നെയാണ് സിനിമയിൽ ഉപയോഗിച്ചതും. വളരെ രസകരമായി തന്നെ ദിലീപ് ആ രംഗം ചെയ്തു തീർക്കുകയും ചെയ്തു. 2001 TK രാജീവ് കുമാർ സംവിധാനം ചെയ്ത ജയറാം ചിത്രമാണ് വക്കാലത്ത് നാരായണൻകുട്ടി. ആ സിനിമയിൽ ഒരു ഭാഗത്ത് മാത്രം ഇങ്ങനെ ചില രംഗങ്ങൾ കാണാം. എന്താണ് ഈ രംഗത്ത് സംഭവിച്ചിട്ടുണ്ടാവുക? ഒരു ഗുഹക്കുള്ളിൽ നിന്നുള്ള പ്രേക്ഷകന്റെ വ്യൂ പോയിന്റ് ആണോ ആ കാണിക്കുന്നത്? ക്യാമറ മൂവ്മെന്റ് ഉള്ള രംഗങ്ങളിലും ക്യാമറയോടൊപ്പം തന്നെ ഈ കറുത്ത പ്രതലവും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു വ്യൂ പോയിന്റിന്റെ വെറൈറ്റി പിടിച്ചതായിരിക്കില്ല ക്യാമറമാൻ. അല്ലെങ്കിൽ ഫ്രെയിമിനകത്ത് പെട്ടുപോയ എന്തെങ്കിലും ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടി ആയിരിക്കുമോ ഇത് ഉപയോഗിച്ചത്?
എന്തായിരിക്കും ഈ രംഗത്ത് സംഭവിച്ചിട്ടുണ്ടാവുക? നിങ്ങൾക്കറിയാമെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ. അതോ ഷൂട്ട് ചെയ്യുമ്പോൾ ക്യാമറയ്ക്ക് മുമ്പിൽ പെട്ട കാര്യം കാണാതിരുന്നതാണോ? അടുത്തത് സ്ഫടികത്തിലെ ഒരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്കിനെ കുറിച്ചാണ് പറയുന്നത്. ആട് തോമ കോടതിയിൽ തന്റെ കേസ് വിളിക്കാനായി കാത്തിരിക്കുന്ന ചില രംഗങ്ങളുണ്ട്. അതെ സാറേ. ഈ രംഗത്തിലെല്ലാം തന്നെ മോഹൻലാൽ ധരിച്ചിരിക്കുന്നത് സാധാരണ ചെരുപ്പാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെയാണ്. ആ ചെരുപ്പിന്റെ സ്ഥാനത്ത് അത് ഷൂ ആയി മാറിയിരിക്കുന്നു. എവിടെയും പോകാതെ കാത്തിരിക്കുന്ന മോഹൻലാലിന് ആരായിരിക്കും ഷൂ എന്ന് കൊണ്ടുകൊടുത്തത്? 2014 പൃഥ്വിരാജ് ചിത്രമായ 7th ഡേയിലെ ഈ ഒരു രംഗത്തെക്കുറിച്ച് ചോദിച്ചായിരുന്നു കഴിഞ്ഞ എപ്പിസോഡ് അവസാനിപ്പിച്ചത്. ആ സിനിമയിൽ യോഗ് ജപ്പ എന്ന നടൻ അവതരിപ്പിച്ച കഥാപാത്രമായിരുന്നു ചാർലി. ആ സിനിമയിൽ ഒരു ആക്സിഡന്റ് രംഗമുണ്ട്. കാറിന്റെ ആദ്യ ഭാഗത്തെ ഷോട്ട് കാണിക്കുമ്പോൾ അതിനകത്തെ ഡ്രൈവറെ ഒന്ന് ശ്രദ്ധിക്കുക. അടുത്ത ഷോട്ടിൽ ആ ഡ്രൈവറെ കാണിക്കുന്നത് ഇങ്ങനെയാണ്. ഒറ്റയിരുപ്പിന് ഡ്രൈവറുടെ രൂപം മാറിപ്പോയി. വ്യത്യസ്തമായ 2 പേരെ വെച്ചുകൊണ്ടാണ് ആ രംഗം ഷൂട്ട് ചെയ്തത്. കരടി എന്നു പേരുള്ള അക്കൗണ്ടിൽ നിന്നുമാണ് ഈ ഉത്തരം ആദ്യമായി പറഞ്ഞത്. മോഹൻലാൽ രേവതി ചിത്രമായ മായാമയൂരത്തിലും ഇത്തരത്തിലൊരു മാറ്റം നാം കണ്ടിരുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ ജയസൂര്യ, അനൂപ് മേനോൻ എന്നിവർ അഭിനയിച്ച് പുറത്തിറങ്ങിയ കോക്ടെയിൽ സിനിമയിലെ ഒരു അബദ്ധത്തെക്കുറിച്ച് നാം സംസാരിച്ചിരുന്നു. യഥാർത്ഥത്തിൽ അത് സിനിമയിലെ അബദ്ധമായിരുന്നില്ല, എന്റെ ഒരു അബദ്ധമായിരുന്നു. കൊച്ചി നഗരത്തിൽ ഒരു ദിവസം നടക്കുന്ന കഥയാണ് ചിത്രം പറയുന്നത്. പക്ഷേ ഇന്നസെന്റിനെ ഇറക്കി വിടുന്ന ഈ രംഗം ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. ഇവൻ എന്ത് പറ്റി? എവിടെയൊരു കുഴപ്പമുണ്ടല്ലോ. കുഴപ്പം വേറെ എവിടെയുമല്ല. 1 മിനിറ്റിൽ നിന്നും സ്ഥലം മാറി കൊച്ചിയിൽ നിന്നും തിരുവനന്തപുരം എത്തിയിരിക്കുകയാണ്. ഇന്നസെന്റിന്റെ പിന്നിലുള്ള ഈ ബോർഡ് ശ്രദ്ധിച്ചാൽ അത് വ്യക്തമായി മനസ്സിലാക്കാം. ആ രംഗം തിരുവനന്തപുരം പോയി എടുത്തതല്ല. യഥാർത്ഥത്തിൽ എല്ലാ വിദേശ മദ്യ ഷോപ്പുകളുടെയും ബോർഡിൽ അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സിന്റെ അഡ്രസ് ഉണ്ടാകും. അതാണ് അവിടെ കാണിക്കുന്നത്. വീഡിയോ ചെയ്യും മുമ്പ് അങ്ങനെ ഒരു പോസിബിലിറ്റി ഉണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്തിരുന്നു. എന്നാൽ അപ്പോൾ ലഭിച്ചത് മറ്റൊരു അഡ്രസ് ആയിരുന്നു, ഈ അഡ്രസ് ആയിരുന്നില്ല. കോർപ്പറേഷന്റെ പുതിയ അഡ്രസ് ആണ് ലഭിച്ചത്. എന്നാൽ ഈ സിനിമ ഇറങ്ങുന്ന കാലത്ത് കോർപ്പറേഷന്റെ അഡ്രസ് ഇത് തന്നെയായിരുന്നു. അതാണ് അബദ്ധം വരാൻ കാരണമായത്. 2000 സിബി മലയിൽ മോഹൻലാൽ ചിത്രമായ ദേവദൂതൻ റിലീസാകുന്നത്. വർഷങ്ങൾക്ക് ശേഷം മാറ്റ്നി നൗ ചിത്രത്തിന്റെ 4K വേർഷൻ ആമസോണിൽ സ്ട്രീം ചെയ്തിരുന്നു. നിഖിൽ മഹേശ്വറിന്റെ കൊലപാതകത്തിന് മറ്റൊരാൾ കൂടി സാക്ഷിയായിരുന്നു. ഇതെല്ലാം സംഭവിക്കുമ്പോൾ അയാൾ ദൂരെ നിന്നും നോക്കി നിൽക്കുന്നതായി കാണാം. സിനിമയിലെ ആ രംഗത്തുള്ള നായ്ക്കളെ ട്രെയിൻ ചെയ്യാൻ വന്നയാൾ ആ ഫ്രെയിമിൽ പെട്ടുപോയതാണ്. പുതിയ വേർഷനിൽ VFXലൂടെ അയാളെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. ഈ രംഗത്തിൽ സൈഡിലായി ഒരു റിഫ്ലക്ടർ വെച്ചിരിക്കുന്നത് വ്യക്തമായി കാണാവുന്നതാണ്. ഷൂട്ടിംഗ് എക്യുപ്മെന്റ്സിന്റെ വയറുകൾ അവിടെയിവിടെയായി കിടക്കുന്നതും ഈ രംഗത്ത് കാണാം. ഇവയെല്ലാം തന്നെ പുതിയ വേർഷനിൽ VFXലൂടെ മായ്ച്ചു കളഞ്ഞിട്ടുമുണ്ട്. പുതിയ വേർഷനിൽ വയറുകളില്ലാതെ ആ രംഗം ഇങ്ങനെ കാണാവുന്നതാണ്. സിനിമകളിലെ അബദ്ധങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് തികച്ചും എന്റർടൈൻമെന്റ് പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഇതുപോലെയുള്ള അബദ്ധങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമെങ്കിൽ അവ കമന്റ് ചെയ്യുമല്ലോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ ഇതുവരെ കണ്ടതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടിരിക്കൂ. ഞാൻ പുതിയ വീഡിയോയുമായി ഉടൻ വരാം. പീസ്.